നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു വലിയ കൊള്ള, വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊള്ള, ചെറുതൊന്നുമല്ല. കേടുപാടുകളില്ലാത്ത ഒരു കൊടിമരത്തിൻ്റെ ചോട്ടിൽ കേടുപാടുകളുണ്ട് എന്ന് വരുത്തി തീർക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു വലിയ അഴിമതി നടത്തുക. ആ അഴിമതി ഏകദേശം 3 കോടിയിലധികം 3,20,30,000 രൂപയുടെ അഴിമതി അവിടെ നടത്തുക. ഈ നടത്തിയത് മറ്റാരും ആയിരുന്നില്ല. ഒരു സഖാക്കളെയും ആ വഴിക്ക് കണ്ടിരുന്നുമില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ തന്നെയും അതിൻ്റെ ദേവസ്വം ബോർഡ് ആ സമയത്തും കയ്യാളിയിരുന്നത് UDF-ന്റെ നേതാക്കന്മാരായ പ്രയാർ ഗോപാലകൃഷ്ണനും അജി തറയിലുമൊക്കെ ആയിരുന്നു. ആ സമയത്ത് എന്താണ് ഈ 3,20,30,000 രൂപയുടെ കണക്ക് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 3 കോടി കഴിഞ്ഞാൽ 5 കോടി കൂടി ഇതിനകത്തേക്ക്, അതായത് 2 കോടി കൂടി ഇതിനകത്തേക്ക് ആഡ് ഓൺ ആകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകദേശം 2 കോടി മാത്രമല്ല 2.5 കോടി രൂപ കൂടി അതിനകത്തേക്ക് ആഡ് ഓൺ ആയി. എങ്ങനെയാണ് ഇത് വന്നത്? അതായത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷമാണ് ഒരു ഭരണസമിതിയുടെ കാലാവധി. 2015 അധികാരത്തിൽ കയറിയ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് 2017 കൂടി പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് വ്യവസ്ഥ. 3 വർഷമായിരുന്നത് 2 കുറച്ചതാണ് പിന്നീട്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ വന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഓടിപ്പിടിച്ചിട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഒരു കുഴപ്പവുമില്ലാതെ നിന്ന കൊടിമരത്തിന് ചുവട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നും അവിടെ എല്ലാം പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ പറയുന്ന കൊടിമരം മാറ്റി സ്ഥാപിക്കണം, അതായത് പുതിയ തൊരണം അവിടെ കൊണ്ട് നിർത്തണം, അതിന് പിന്നീട് സ്വർണം പഴയതുപോലെ സ്വർണം പൊതിയണം തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളുമൊക്കെയായി ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2016 കൂടി പുതിയ സർക്കാർ അധികാരത്തിൽ കയറുന്നു. പിന്നെ കയ്യിലുള്ളത് ആകെ 1 വർഷം മാത്രമാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഭരിക്കാൻ UDF-ന് കിട്ടിയ ഒരു അവസരം. ആ ഒരു അവസരത്തെ വളരെ കൃത്യമായി അവർ മുതലെടുക്കുകയായിരുന്നു ഇതിൽ നിന്ന് എന്ന് നമുക്ക് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു കേടുപാടും ഇല്ലാത്തത് പെട്ടെന്ന് തന്ത്രി വന്നിട്ട് പറയുന്നു അത് മാറ്റി സ്ഥാപിക്കണം, കാരണം അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് ചുവട് ഭാഗം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പുതിയ രീതി കണ്ടെത്തണം. എന്തിനായിരുന്നു അങ്ങനെയൊരു തന്ത്രം അവിടെ മെനഞ്ഞത്? മറ്റൊന്നും ആയിരുന്നില്ല. നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശിലുള്ള ഒരു കമ്പനി, അതായത് ഫോണെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഫോണെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി തയ്യാറാകുന്നു. ആ കമ്പനി നേരിട്ട് വരുന്നു. അവർ നേരിട്ട് വന്നിട്ട് പറയുന്നു ഞങ്ങൾ ഈ പറയുന്ന കൊടിമരം സ്പോൺസർ ചെയ്യുന്നു എന്ന് ആ ദേവസ്വം ബോർഡിനോടും അതോടൊപ്പം ഉദ്യോഗസ്ഥരോടും കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. തന്ത്രി താല്പര്യത്തോടു കൂടി നിൽക്കുന്നു. കാര്യം തന്ത്രിക്കറിയാം, തന്ത്രിയാണ് എല്ലാത്തിൻ്റെയും ഒരു മൂലസ്ഥാനം എന്ന് നമുക്കറിയാം. കാരണം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുകയും ദൈവത്തിനോട്, അതായത് നമ്മുടെ അയ്യപ്പനോട് നേരിട്ട് സംസാരിച്ച് അയ്യപ്പനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുകയുമാണ് ഈ തന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കാലാകാലങ്ങളായി നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഈ അയ്യപ്പനോട് സംസാരിക്കാൻ ഈ തന്ത്രിക്ക് കഴിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല തന്നെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മിനിമം സംസ്കൃതം അറിയുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതാണല്ലോ ദേവഭാഷ എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജ്ഞാനം ഈ പറയുന്ന തന്ത്രികൾക്കാർക്കും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായതുമാണ്. അപ്പോൾ ആ തന്ത്രി ഈ കാര്യങ്ങൾ വന്ന് പറയുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് പറഞ്ഞു ശരിയാണ്, നമുക്ക് അത് മാറ്റി സ്ഥാപിക്കാം. ആ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നു. ഫോണെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി വന്നിട്ട് പറയും ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു. എന്നാൽ ഇവർ പണം കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു. ആ പണം ഏകദേശം നേരത്തെ ഞാൻ സൂചിപ്പിച്ച 3,20,30,000 രൂപ 4 തവണയായി അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അക്കൗണ്ടിലേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ പേരിൽ മാറാൻ കഴിയുന്ന തരത്തിലുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ SB അക്കൗണ്ടിലേക്ക്, സേവിങ്സ് അക്കൗണ്ടിലേക്ക് 4 ഘട്ടമായി ഈ പണം കൊടുത്തിരുന്നു. ഇതാണ് വാസ്തവം. പക്ഷേ ഈ പറയുന്ന അജി തറയിലും അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ അടങ്ങുന്ന ഒരു സംഘം ഇതിൽ തൃപ്തിപ്പെട്ടില്ല. അപ്പോൾ വീണ്ടും അവർ പണപ്പിരിവ് നടത്തി. ആ പണപ്പിരിവ് ഏകദേശം 2.5 കോടി രൂപയിലേക്ക് എത്തുന്നു. അങ്ങനെ 2.5 കോടി രൂപ അനധികൃതമായി പിരിവ് നടത്തി. ആ പിരിവ് നടത്തി അതിൽ നിന്ന് കിട്ടിയ തുക എവിടേക്ക് പോയി, എവിടെ ചിലവായി എന്നുള്ളതാണ്.
കാരണം എന്തുകൊണ്ടാണ് 2.5 കോടി കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും മതി എന്നുള്ളത് അവിടെയുള്ള എല്ലാ എഞ്ചിനീയർമാരും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെല്ലാവരും പറഞ്ഞു, ഇത്ര കോടി രൂപ, അതായത് 3,20,30,000 രൂപ മാത്രമേ ഇത് പുനഃസ്ഥാപിക്കുന്നതിനായി ചെലവ് വരികയുള്ളൂ എന്ന് കൃത്യമായി എസ്റ്റിമേറ്റ് ഇട്ടതിന് ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായി അവരത് സ്പോൺസർ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ തുക അവരെ അറിയിക്കുന്നു, അത് ഫോണെക്സ് എന്ന് പറയുന്ന ഈ കമ്പനി അറിയിക്കുന്നു. ആ കമ്പനി പറയുന്നു അത്രയും തുക ഞങ്ങൾക്ക് തരാം. അതുകൊണ്ടാണല്ലോ ഈ 3,20,30,000 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 3.5 കോടി എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്തിയാൽ പോരായിരുന്നോ? ഏകദേശം 3.5 കോടി രൂപയോളം എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്തുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ഒരു കണക്കിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ എസ്റ്റിമേറ്റ് തുക ഇത്ര മാത്രമായിരുന്നു, അതിനപ്പുറത്തേക്ക് തുക വേണ്ടി വരില്ല എന്നുള്ള വിവരം കൃത്യമായി അവർക്കും അറിയാം. അതുകൊണ്ടാണ് 4 ഘട്ടമായി ഈ തുക കൊടുത്തു തീർത്തതും. എന്നാൽ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും കൂടി 2.5 കോടി രൂപ പലരിൽ നിന്നായി പിരിച്ചെടുത്തു. അതായത് പലരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങളുടെ കയ്യിൽ നിന്ന് പോലും പണം പിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അവർ നടത്തിയ ഒരു പകൽക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം വലുതായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഈ പറയുന്ന ഇത്രയും തുക എവിടേക്ക് പോയി? അതായത് ഇപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളോ റിപ്പോർട്ടുകളോ എന്തെങ്കിലും പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇതിവിടെ നടന്നിരിക്കുന്ന ഈ 2.5 കോടി രൂപ എവിടേക്കാണ് ചെലവാക്കിയത്, ആരുടെ കയ്യിലേക്കാണ് എത്തിയത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? കൃത്യമായി ഈ പറയുന്ന 30 കോടി അല്ലെങ്കിൽ 3 കോടി രൂപയുടെ കണക്കുകൾ വളരെ കൃത്യമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിലാണ് ഈ പണം വന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അക്കൗണ്ടിൽ, ധനലക്ഷ്മി ബാങ്കിലാണ്. അതിലേക്ക് വന്ന് കുമിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു മണിയാണ്. എന്നാൽ ഈ 2.5 കോടി രൂപ മാത്രമാണോ ഇവർ പിരിച്ചത് എന്നുള്ള ഒരു സംശയവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതിൽ കൂടുതൽ തുക പിരിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു കണക്ക്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു കണക്കോ അല്ലെങ്കിൽ രൂപരേഖയോ രേഖകളോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ 2.5 പിരിച്ചു എന്ന് പറയുന്ന ഒരു ഓടക്കണക്ക് മാത്രമാണ്. കാരണം രസീത് കുറ്റി കൊടുത്തിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് വഴിയോ ഒന്നും പിരിച്ചെടുത്ത തുകയല്ല. ഇനി അല്ലാതെയും തുക പിരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഈ 2.5 കോടിക്ക് അപ്പുറത്തേക്ക് ഇവർ പിരിച്ചെടുത്ത തുക ഇനിയും വലുതാകാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ 2022 കൂടി പ്രയാർ ഗോപാലകൃഷ്ണപിള്ള നമ്മുടെ ഇഹലോകവാസം വെടിയുകയും ചെയ്തു. ഇനി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷണത്തിൽ വരാം എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് നിയമപരമായി സാധുതയുള്ള ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ തന്ത്രി വിചാരിച്ചാൽ നടന്നേക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ പലതും നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ആകെയുള്ളത് അജിത് തറയിലാണ്. അപ്പോൾ പിന്നീടാണ് അടുത്ത വിഷയം ഉണ്ടാകുന്നത്. അടുത്ത വിഷയം അതിൽ സ്ഥാപിച്ചിരുന്ന, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന വാജിവാഹനം, അത് തന്ത്രിയെ ഏൽപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. അതായത് എന്തിനാണ് തന്ത്രിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു നിയമത്തെ പൊളിച്ചെഴുതിക്കൊണ്ട്, അതായത് ദേവസ്വം ബോർഡുമായി അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും, പഴകിയതായിക്കോട്ടെ ദ്രവിച്ചതായിക്കോട്ടെ ഏത് വസ്തുവായിക്കോട്ടെ, അതിൻ്റെ എല്ലാം അവകാശം എന്ന് പറഞ്ഞാൽ കസ്റ്റോഡിയൻ എന്ന് നമ്മൾ പറയും. ആ കസ്റ്റോഡിയൻ ശരിക്കും ദേവസ്വം ബോർഡ് തന്നെയാണ്. അതായത് അവിടെ നിന്ന് വാജിവാഹനം ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ വാജിവാഹനത്തിൻ്റെ യഥാർത്ഥ കസ്റ്റോഡിയൻ തന്ത്രി അല്ല, അത് ഉത്തരവ് മൂലം തന്നെ ഉണ്ട്. അതായത് നിയമപരമായി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വാജിവാഹനം എന്തിനാണ് തന്ത്രി കേൾപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കൊടിമരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ നടത്താൻ പോകുന്ന ഒരു വലിയ അഴിമതിക്ക് കൂട്ടുനിന്നതിനുള്ള പ്രത്യുപകാരമായി ദേവസ്വം ബോർഡിലെ ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അജിത് തറയിലും കൂടി നടത്തിയ ഒരു കൃത്രിമമായ നിയമ സംവിധാനമായിരുന്നു വാജിവാഹനം ഇവരെ തന്ത്രിയെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലായി, തന്ത്രിയും ഈ ദേവസ്വം അന്നത്തെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രയാർ ഗോപാലകൃഷ്ണനും അതോടൊപ്പം അജിത് തറയിലും എല്ലാം കൂടി ചേർന്ന് നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയായിരുന്നു ഈ കൊടിമര നിർമ്മാണം എന്നുള്ളത് വളരെ വ്യക്തം. അതായത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെയാണ് തന്ത്രിയും പ്രയാർ ഗോപാലകൃഷ്ണൻ തമ്മിലുള്ള ഒരു ഇടപെടൽ കൃത്യമായി നടന്നത് എന്ന് വാസ്തവം. അപ്പോൾ വാജിവാഹനം അങ്ങനെ ഏൽപ്പിച്ചു. നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആണ് ശരിക്കും ഈ വാജിവാഹനം തന്ത്രിയുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടത്.
എന്നിട്ട് വരുത്തി തീർത്തു തന്ത്രിയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അങ്ങനെ ഒരു നിയമം ഇല്ല എന്നിരിക്കലും ചില നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തന്ത്രിയാണ് യഥാർത്ഥ അവകാശി എന്ന് വരുത്തി തീർത്തുകൊണ്ട് തന്ത്രിക്ക് നേട്ടമുണ്ടാക്കാൻ ഈ തന്ത്രി എന്ത് ചെയ്തു? ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ ആന്ധ്രാപ്രദേശിലുള്ള ഏതോ ഒരു വലിയ വ്യവസായിക്ക് ഇത് വിൽക്കാനുള്ള ശ്രമവും നടത്തി. നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അതായത് UDF ഭരണമൊഴിഞ്ഞ് UDFിൻ്റെ ദേവസ്വം ബോർഡ് ഭരണമൊഴിഞ്ഞതിന് ശേഷം ശബരിമലയിലുള്ള പല വസ്തുക്കളും ഒറിജിനൽ ആണോ എന്ന് കൂടി പരിശോധിക്കണം. അതിൻ്റെ ഒരു കാർബൺ ഡേറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് ഏത് കാലഘട്ടത്തിൽ വന്നതാണ്, അതിൻ്റെ ഒറിജിനലുകൾ എവിടെയാണ്, പലതിൻ്റെയും റെപ്ലിക്കകളാണോ ഇന്ന് നിലവിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ശബരിമല എന്ന് പറയുന്ന ഒരു ദൈവസ്ഥാനത്തെ ശരിക്കും ഒരു തനിക്ക് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ളതും ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതുമായ ഒരു വലിയ വിപണനശാലയാക്കി ഇവരൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. സത്യാവസ്ഥ അത് തന്നെയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു തിരുവാഭരണത്തിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കളികളൊന്നും നടക്കാത്ത കാര്യം. അത് വേറൊരിടത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇനിയും പറയാൻ പറ്റില്ല തന്ത്രിക്ക് ഇനി അതിൻ്റെ കസ്റ്റോഡിയൻ അവകാശം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തിരുവാഭരണത്തിൽ പോലും നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു. തിരുവാഭരണം എന്ന് പറയുന്നത് ഒറിജിനലാണോ, ഇനി തിരുവാഭരണം പണ്ട് കാലത്തുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും തിരുവാഭരണത്തിൻ്റെ ആ പെട്ടിക്കകത്തുണ്ടോ എന്നുള്ള കാര്യവും ചിലപ്പോൾ കോടതി അന്വേഷിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. പലതും കാണുന്നില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പലതും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലയോ, ആരെങ്കിലും അത് മോട്ടിച്ചുകൊണ്ട് പോയോ, ഇനി ആരെങ്കിലും എടുത്ത് മറിച്ച് വലിയ തുകയ്ക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ അയ്യപ്പൻ്റെ കളിക്കോപ്പുകൾ വരെ അതിനകത്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ കാര്യം അയ്യപ്പൻ അവിടുത്തെ പന്തളം രാജാവിൻ്റെ മകനായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ പറയുന്ന പല കളിക്കോപ്പുകളൊക്കെ ഈ സ്വർണത്തിൻ്റെത് അതിനകത്തുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഉണ്ട്. എല്ലാം ഇപ്പോഴും അതുപോലെ അതേ പവിത്രതയോടുകൂടിയും സൂക്ഷിച്ച് വെക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി അതല്ല, ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെയുള്ളവർ പല ന്യായങ്ങളും താന്ത്രിക വിധിപ്രകാരമുള്ള പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൈവശമാക്കുകയും ഇതൊക്കെ കൂടിയ വിലയ്ക്ക് എവിടെയെങ്കിലും വിറ്റ് തുലച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കണക്കെടുപ്പ് വരേണ്ടതുണ്ട്. വ്യക്തമായൊരു കണക്കെടുപ്പ് നടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അമ്പലക്കള്ളന്മാരെന്ന് ഇടതുപക്ഷത്തെ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്ന കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരം എന്നൊക്കെ വിളിക്കേണ്ടി വരും ഇതിനെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ അമ്പലക്കൊള്ള നടന്ന സമയമാണ് ഈ UDFിൻ്റെ ഭരണകാലഘട്ടം എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നിന്ന് നാടകം കളിച്ച UDF തന്നെ ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അജയ് തറയിലൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ കിടന്ന് മെഴുകുകയാണ്. പല 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 ന്യായങ്ങളാണ് പറയുന്നത്. തന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ പറ്റില്ല. എല്ലാവരും പറയാണ് തന്ത്രിക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? തന്ത്രിയെ തെറ്റ് ചെയ്യൂ. തന്ത്രിക്ക് മാത്രമേ ഒരു തെറ്റിന് തുടക്കമിടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എല്ലാവരും തന്ത്രിയെ വെളുപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇപ്പം BJP നേതാക്കന്മാരടക്കം തന്ത്രിയുടെ വീട്ടിൽ പോയി സന്ദർശനം നടത്തിയ സന്ദീപ് വചസ്പതി അടക്കമുള്ള നേതാക്കന്മാരുണ്ട്. അതോടൊപ്പം തന്നെ അയ്യപ്പ ജ്യോതി എന്നുള്ള പേരിൽ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന സകലമാന പ്രദേശങ്ങളിലും ഈ മകരജ്യോതി ദിവസം ദീപം തെളിയിച്ചിരുന്നു. ഇവർ ഈ ദീപം തെളിയിക്കുന്ന സമരം കൊണ്ട് ശബരിമലയിൽ പൊക്കൂടായിരുന്നു വെറുതെ എടുത്തിട്ട്. അവിടെ പോയിരുന്നെങ്കിൽ മകരജ്യോതിയെങ്കിലും കണ്ട് തൊഴിൽ തിരിച്ചു വരാമായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ പൊളിറ്റിക്സും അതോടൊപ്പം വർഗീയതയും വംശീയതയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഇടതുപക്ഷവും പിന്നെ UDFും ചേർന്നിട്ട് കള്ളത്തരം കാണിച്ചു. അതിൽ ഇടതുപക്ഷത്തെ ഒഴിവാക്കി നിർത്തു, UDF കള്ളത്തരം കാണിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അപ്പോഴും ഇവർ ഉപയോഗിക്കാത്ത ചില ചിത്രങ്ങളുണ്ട്. തന്ത്രിയുടെ ചിത്രം എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് BJPക്കാർ തന്ത്രിയെ ക്രൂശിക്കാത്തത്? തന്ത്രിയുടെ ചിത്രം എന്തുകൊണ്ട് അവരുടെ പ്രതിഷേധത്തിൻ്റെ നോട്ടീസിൽ അച്ചടിക്കുന്നില്ല? തന്ത്രിയല്ലേ പ്രധാന കാരണക്കാരൻ? അപ്പോൾ BJP മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി, മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ ഈ തന്ത്രി തന്നെയായിരിക്കും. തന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയായിരിക്കും. കാരണം തന്ത്രി അവിടെ താമസിക്കുന്ന ഒരാളാണ്. ശബരിമലയിൽ പിന്നെ സന്നിധാനത്തിൽ തന്നെ താമസിക്കുന്ന, അവിടെ മുറിയുള്ള ഒരു വ്യക്തി കൂടിയാണ്. കുളിയും കിടപ്പും ഉറക്കവും എല്ലാം അദ്ദേഹത്തിന് അവിടെ തന്നെയാണ്. അവിടെ അയാളെ കണ്ടിട്ട്, അതായത് തന്ത്രിയെ ഒന്ന് കാണണമെങ്കിൽ പോലും 10,000 രൂപ ദർശനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് മാത്രമല്ല, ഒരു TV ഷോയ്ക്കിടയിൽ ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് കുട്ടികളുണ്ടാകാത്ത ഒരു വിഷയം വന്നപ്പോൾ അന്ന് തന്ത്രിയെ നേരിട്ട് കണ്ട് 5,000 രൂപ കൊടുത്ത് ശബരിമല ദർശനം നടത്തിയിരുന്നു. അപ്പോൾ എവിടെയായിരുന്നു ആചാരം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു TV ഷോയ്ക്കിടയിൽ ഒരു സ്ത്രീ പറഞ്ഞതാണ്, അവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല, ജീവിതം വളരെ കഷ്ടപ്പെടും ദുരിതവും അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ തന്ത്രി ഉപദേശിച്ചാണ്. തന്ത്രിയെ കണ്ട് 5,000 രൂപ കാണിക്ക സമർപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. കാണിക്ക സമർപ്പിച്ചു. അത് തന്ത്രിക്ക് പണം കൊടുക്കണം.
ദർശന ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ കൊടുത്തു. അന്ന് 5000 ആണെങ്കിൽ ഇന്ന് ചിലപ്പോൾ 10,000 25,000 ആയിരിക്കും. അതിന് അഞ്ചിരട്ടിയോ 10 ഇരട്ടിയോ കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പണം കൊടുത്ത് ഏറ്റവും ഒടുവിൽ അവരവിടെ വന്ന് ദർശനം നടത്തിയിട്ട് പോയി. അവരുടെ പ്രായം ആരും ചോദിച്ചില്ല അന്ന്, അവരുടെ പ്രായം ചോദിച്ചിരുന്നില്ല. അപ്പോൾ ഒരു സ്ത്രീക്ക് അവിടെ പ്രവേശിക്കാം, തന്ത്രിയുടെ അനുമതി ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അവിടെ പ്രവേശിച്ചിരുന്നാലും വലിയ തട്ടുകേട് സംഭവിക്കില്ല എന്നുള്ള ഒരു ധ്വനി അവിടെ വന്നില്ലേ? ഇതിനു മുമ്പ് അവിടെ നടന്ന ഒരു വലിയ ദേവപ്രശ്നത്തെക്കുറിച്ച് ജയമാല എന്ന് പറയുന്ന ഒരു നടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടത്തിയ വലിയൊരു അഴിമതിയുടെ കഥ അവിടെ പുറത്തേക്ക് വന്നില്ലേ? അവിടെ പോയി ശ്രീകോവിലിനകത്ത് കയറി അയ്യപ്പനെ തൊട്ടു എന്ന് വരെ ഒരു നടി വന്ന് പരസ്യമായി വിളിച്ചു പറയുന്നൊരു അവസ്ഥ വരെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടില്ലേ? അതിവിടെ നടന്ന നാടാണിത്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ കുറേയധികം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശബരിമല എന്ന് പറയുന്ന ഒന്നിനെ ഈ രീതിയിൽ ഒരു വലിയ വിപണന കേന്ദ്രമാക്കി മാറ്റുകയും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു കെട്ടിടം മാത്രമാക്കി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന വിശ്വാസ വിരുദ്ധരാന്ന് നിങ്ങൾ മുദ്ര കുത്തിയിരിക്കുന്ന CPM-കാരായിരുന്നില്ല. അതിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുത്തത് വിശ്വാസികൾ എന്ന് തന്നെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് 4 നേരവും അയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ തന്ത്രിയും ഈ തന്ത്രിയുടെ കൂട്ടാളികളായി നിന്ന ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന UDF-ന്റെ ഉദ്യോഗസ്ഥരും തന്നെയാണ് എന്നുള്ള കാര്യം തീർച്ചയല്ലേ? നമ്മൾ അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ വാജിവാഹനം പോയതും അതോടൊപ്പം ഈ പറയുന്ന വെറും 3 കോടി 20 ലക്ഷത്തിലധികം രൂപ വരുന്ന ഇതിന് 2.5 കോടി രൂപ പുറത്തുനിന്ന് പിരിക്കുകയും ചെയ്തത്. ഫലത്തിൽ 5 കോടിയിലധികം രൂപയാണ്, 5,80,30,000 രൂപയാണ് ശരിക്കും പിരിഞ്ഞു വന്നത്. അന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം വലിയ കൊള്ളയാണ് ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ആസൂത്രണം ചെയ്തതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം UDF-ന്റെ ഭരണകാലത്തും UDF-ന്റെ ഭരണസമിതി ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കാലഘട്ടത്തിലുമാണ് ഏറ്റവും വലിയ അഴിമതി നടന്നിട്ടുള്ളതും ആ അഴിമതിക്ക് കുടപിടിച്ചു കൊടുത്ത തന്ത്രിക്ക് സംഭാവനയായി സമ്മാനമായി വാജിവാഹനം വീട്ടിൽ കൊണ്ടുവെക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തതും ഇതേ UDF-ന്റെ ഭരണകാലത്താണ്. പക്ഷേ UDF അറിയാതെ പോയ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ VD സതീശൻ അറിയാതെ പോയ കാര്യമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കേസ് ആ ദ്വാരപാലക ശില്പത്തിന്റെ പീഠത്തിൽ അവസാനിക്കുന്ന ഒന്നായിരുന്നില്ല എന്ന വസ്തുത എന്തുകൊണ്ടാണ് ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു വിചക്ഷണനായ VD സതീശൻ അറിയാതെ പോയത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ള സംശയം. അതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ പൂട്ടാൻ ഉപയോഗിച്ച ഒരു താക്കോലായിരുന്നെങ്കിൽ ആ താക്കോലിനപ്പുറത്ത് ഒരു വലിയ ചെയിൻ ഉണ്ടായിരുന്നു, ആ ചെയിനിന്റെ കയ്യിലിരിക്കുന്ന UDF-ന്റെ കയ്യിലായിരുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ UDF-കാർ മറന്നുപോയത്? തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമലയെ മുച്ചൂടും കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ കാത്തിരുന്ന UDF-കാരായിരുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണവും വലിയൊരു ചർച്ചയും ഇവിടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ CPM-നെ ഈ നാൾക്ക് നാൾ വേട്ടയാടിക്കൊണ്ടിരുന്ന ശബരിമലയുടെ വിഷയം പറഞ്ഞുകൊണ്ടുള്ള ഈ UDF-ന്റെ കള്ളപ്രചരണത്തെ, നുണപ്രചരണങ്ങളെ നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.